ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളിൽ നിങ്ങളിപ്പോൾ ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. സ്റ്റാർ എനർജി, സ്ട്രെങ്ത്, 5 ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ സ്ട്രെങ്ത് ആണ്, അല്ലെങ്കിൽ അവർക്കൊരു നല്ലൊരു ബാക്ക് സപ്പോർട്ട് ആയിരുന്നു നിങ്ങൾ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ സ്വയം വേദനിക്കുക, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നഷ്ടമായി പോയി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വന്ന് സറണ്ടർ ആവണമെന്നും അവരുടെ എല്ലാ ഇമോഷൻസും എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊന്ന് തുറന്നു പറയണം എന്നും അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പ്രസൻസും നിങ്ങളുടെ സപ്പോർട്ടും അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുക്കണം. വളരെ പ്രതീക്ഷയോടുകൂടി ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള പ്രയത്നമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നതും അതുപോലെ അവരുടെ സ്ട്രെങ്ത് നിങ്ങൾ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല സോൾമേറ്റ് അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ നിങ്ങളുമായിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളെ നോക്കി കാണുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിനോട് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം.